നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂൺ മാസ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. എന്ന് മുതലാണ് പെൻഷൻ ലഭിക്കുക? ആർക്കെല്ലാമാണ് ജൂൺ മാസത്തിൽ പെൻഷൻ ലഭിക്കുക? കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുന്നത്. നാളെ മുതൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായി തുടക്കം കുറിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ട് ദിവസത്തിനകം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. എന്നാൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ജൂലൈ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി സർക്കാർ ഇക്കാര്യം പ്രത്യേകം പറയുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുമെന്നുള്ളത്. ഒരുപാട് തവണ സമയം നീട്ടി നൽകിയ കാര്യമായതുകൊണ്ട് തന്നെ ഇനി സമയം നീട്ടിലുണ്ടാവുകയില്ല. ഇനി അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയായിരിക്കും ചെയ്യുന്നത്. പെൻഷൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അതുപോലെ തന്നെ പഴയ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പെൻഷൻ അപേക്ഷ കൊടുത്ത് അപ്രൂവലായ ആളുകളുണ്ട്. അന്നെല്ലാം നമുക്കറിയാം, നമ്മൾ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോവുകയും അവിടെ നിന്ന് നമ്മൾ ഇതിനൊരു ഫോം നൽകുകയും ആ ഫോമിൽ അവർ സൈൻ ചെയ്ത് നൽകുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും നൽകേണ്ട ആവശ്യമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് ഓൺലൈൻ വഴി പ്രിൻ്റ് എടുക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വലിയ ഉപകാരമാവും. ഇത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യമുള്ള രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻ്ററുകൾ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ 40-50 രൂപയാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം തന്നെ അപ്രൂവൽ ആകുകയും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ പെൻഷൻ ബോർഡിലേക്ക് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നമ്മൾ ചെയ്യണോ വേണ്ടേ തന്നെ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. ചിലപ്പോൾ പഴയ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകിയിട്ടുണ്ടോ, അതല്ല വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇതറിയാൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിന് ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ID യോ അതുമല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് നമ്പറോ ഇതിലേതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും മസ്റ്ററിങ് എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ, വിധവ പെൻഷൻ വാങ്ങുന്ന ആൾ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.